അയ്യോ ഇന്ന് 30-ാം തീയതിത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ പിന്നെ ഈ നിമിഷത്തിലെ പിന്നെ നിലനിൽക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. പിന്നെ തുടക്കത്തിൽ തുടങ്ങുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്ക് എല്ലാവർക്കും പിന്നെ ഈ മേഖലയിലോട്ട് സ്പിരിച്വാലിറ്റിയിലോട്ട് വരുന്നതിന് മുമ്പേ നമ്മുടെ ഭാവനാ ലോകത്തിൽ കഴിഞ്ഞവരാണ്. അപ്പൊ അത് അവരെ ആ ലോകത്തിൽ പിന്നെ കൊണ്ടുപോയത് ചില കഥകളും പിന്നെ അല്ലാതെ ചില അത്ഭുതങ്ങളും അവർ കേട്ട് കാണും, പിന്നെ ചിലര് അനുഭവിച്ചും കാണും. പിന്നെ അങ്ങനെ വരുമ്പോ കേട്ടതായാലും അനുഭവിച്ചതായാലും ഒരു ഗുരു സാന്നിധ്യം ഇല്ലാത്തപ്പോ അവരത് മനസ്സിൽ വെച്ചിങ്ങനെ അയവിറക്കി അങ്ങനെ അതിന്റെ സന്തോഷമോ അല്ലെങ്കിൽ ഭയമാണെങ്കിൽ ആ ഭയമോ എന്താണോ ഉള്ളത് അതിനകത്ത് അങ്ങനെ ആ ഭാവനാ ലോകത്ത് കിടന്ന് അവന്റെ ഒരു പ്രത്യേക തരം മനോതലത്തിൽ കൊണ്ടെത്തിക്കും. പിന്നെ ഇവയെ ഭാവനയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ എത്ര ശ്രമിച്ചിട്ടും അത് അവന് ശാന്തത നൽകണം എന്നില്ല. സത്തയിൽ നിന്ന് അവനെ അകറ്റുകയും ചെയ്യും. എന്നിട്ട് മനസ്സ് പിന്നെ പുറത്തോട്ടായിരിക്കും പിന്നെ നിരീക്ഷിക്കുന്നത്. അതിന്റെ കഥയായിട്ട് ഇനിയും വേറെ ഡെവലപ്മെന്റ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ മനസ്സിനകത്ത് അക്യുമുലേഷൻ ഉണ്ടാവും, ഇങ്ങനെ കൂടിക്കൂടി വരും. അതിനൊപ്പം ആ ഭാവനാ ലോകത്തിൽ കഴിയുകയും ചെയ്യും ടിൽ ദ ലാസ്റ്റ്. പക്ഷെ ഒന്ന് ഓർക്കണ്ടേ, ഈ മനസ്സിനെ നിരീക്ഷിക്കേണ്ടതാണ്. പക്ഷെ നിരീക്ഷിക്കേണ്ട കാര്യത്തിനെ കുറിച്ചും അവന് ഒരു ബോധവും ഉണ്ടാവില്ല. എന്നിട്ട് ഈ കാര്യം മനസ്സിലാക്കേണ്ടതും ആണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു തലത്തിൽ പോകുന്നത് ഒരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ കുട്ടിക്കാലത്തെ ഒരു ഡെവലപ്മെന്റിന്റെ അവിടെ ഉണ്ടാകുന്നതിന്റെ ഒരു ഷോർട്ടേജ് ആണ് ഇവിടെ. അത് ആ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോ നമുക്കറിയാം മനസ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല, അവരുടെ ശുദ്ധ മനസ്സാണ്. ഓൾമോസ്റ്റ് ലൈക്ക് ദർ കോൺഷ്യസ്നെസ് എന്ന് തന്നെയാ പറയുന്നത്. അവരെ ഈശ്വരനായിട്ടാ കാണുന്നത് കുഞ്ഞുങ്ങളെ. പിന്നെ വളർന്നു വരുമ്പോഴാണ് ഈ ക്രമേണ ഈ മനസ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എങ്കിലും അത് ശുദ്ധമായിരിക്കും. ആ വാസന നിമിത്തമൊന്നും അതത്ര ആയിട്ടില്ല, ശുദ്ധമായിരിക്കും റിലേറ്റീവ്ലി. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്കാലത്ത് അവർക്ക് ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നതാണ്. അത് ഓരോ കാഴ്ചകളിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് അവരെ എൻഗേജ് ചെയ്യിക്കും. അവരെത്ര മണിക്കൂർ വേണമെങ്കിലും ഒരു കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ പക്ഷെ എന്തോ സംഭവിക്കും, ഇത് സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് നമുക്കും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ട് സ്കൂളിൽ പോയി പിന്നെ കുടുംബാംഗങ്ങളും അധ്യാപകരും അവരിൽ പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഈ കുടുംബത്തിലെ എന്നൊക്കെ പറഞ്ഞു ഈ സ്കൂളിലെ ഭേദബുദ്ധിയും താരതമ്യവും അവന്റെ ആ ഫോൾസ് ഐഡന്റിറ്റിയും ഒക്കെ പോഷിപ്പിച്ച് ഒരു കണ്ടീഷണൽ മൈൻഡ് പിന്നെ വളർത്തി. ഇവരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഞാനൊരു ടീച്ചറാണേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇവർക്കൊരു മനസ്സ് ആക്കി കൊടുക്കും, നല്ലൊരു കണ്ടീഷൻഡ് മൈൻഡ് ആക്കി കൊടുക്കും. അപ്പൊ ഭൗതിക ലോകത്തിൽ ഈ പിന്നെ മത്സര ബുദ്ധി ഇതൊക്കെ അതൊക്കെ വേണ്ടി വരുമായിരിക്കും. പക്ഷെ അത് അവന് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവണം എന്നില്ല. അവന് ആ ഭേദബുദ്ധി വന്ന് ആ മത്സരബുദ്ധിയും വന്ന് അവന് ചിലപ്പോ ഒരു അതൃപ്തിയും അസ്വസ്ഥതയും ഒക്കെ അവന് ഉണ്ടാവും. സന്തോഷം ഉണ്ടാവണം എന്നില്ല. ജീവന്റെ രഹസ്യം അറിയുന്നേ ഇല്ല. ജീവന്റെ രഹസ്യം എന്താണ്? അത് സത്തയാണ്, സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവ് ആണ്. ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല. അവന് ടോട്ടലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പം അവനിൽ ഈ അതൃപ്തിയും അസ്വസ്ഥതയും ഒക്കെ വളർന്നു വരുന്നതാണ്. അപ്പൊ നമുക്കൊക്കെ അങ്ങനെ വളർന്നിട്ടുണ്ട്. അപ്പോ അതറിയുമ്പം
നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ, നമ്മുടെ അവസ്ഥ ഇങ്ങനായിരുന്നു. പക്ഷെ നമ്മുടെ സെന്ററിൽ, ധ്യാന സെന്ററിൽ വരുന്ന കുട്ടികള്, അവർക്ക് എന്തൊരു എക്സ്പോഷർ അല്ലേ. അവർക്ക് കുറച്ചു നേരം ഇരുന്ന് ആ ചുമ്മാതിരിക്കാനുള്ള, ഒന്നില്ലെങ്കിൽ ആ ഒരു ചില ഫൈൽസ് അവരുടെ ഉള്ളിൽ ഫോം ചെയ്യുന്നില്ലേ. അത് അങ്ങനെ നോക്കുമ്പോൾ അവർ വളരെ ബ്ലെസ്ഡ് ആണ്. അപ്പൊ അറിവുകൾ അങ്ങനെ സമൂഹത്തിൽ നിന്നും പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും അവന് കിട്ടിക്കൊണ്ടിരിക്കും. അത് പക്ഷെ ആ ഇൻഫർമേഷൻ അത് ശരിക്കും പറഞ്ഞാൽ റിയൽ നോളജ് അല്ല. അവനെ കുറിച്ചുള്ള തന്നെ അറിവ്, ആ റിയൽ നോളജ് ഇല്ല. അതിന് പകരം ഇത് നേടുന്നതെല്ലാം എന്താണ്, അവനെ സത്തയിൽ നിന്ന് അകറ്റുന്നതാണ്. അതാ പിന്നെ ഗുരുജി പറയുന്നത്, ഈ നോളജിന്റെ ഒക്കെ റിയൽ നോളജ് അല്ലാത്ത നോളജിന്റെ മൂല്യം ഒരു പൂജ്യമായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അവന് അനേക അറിവുകൾ കിട്ടുന്നുണ്ടെങ്കിലും, നോളജ് കിട്ടുന്നുണ്ടെങ്കിലും അത് അനേക പൂജ്യത്തിന് തുല്യമായിട്ട് വരുമ്പം ആ പൂജ്യത്തിന് വില കാണത്തില്ല. പക്ഷെ ഇത് നൽകുന്നതിന് മുമ്പേ ആ നിമിഷത്തിൽ നിന്ന് അവന്റെ എല്ലാ വർക്കിലും ശ്രദ്ധയോട് ചെയ്ത് ആ കർമ്മയോഗി തലത്തിൽ പോകാൻ ആ രീതിയിൽ അവനെ അനുവദിക്കുവാണെങ്കിൽ ആ സത്തയുടെ അവനൊരു ധ്യാനാത്മക മനസ്സ് വരുന്നത് അവൻ പോലും ചിലപ്പോൾ അറിയില്ല. പക്ഷെ അതോട് നൽകിയിട്ട് അതിനൊപ്പം ഇത് ഉണ്ടെങ്കിൽ ആ സത്തയായ ഒന്നായിട്ട് വെച്ചാൽ ഈ പൂജ്യങ്ങളുടെ മുമ്പേ ആ സത്തയുടെ അവയർനെസ്സും കുറച്ച് അവന് അവയർനെസ്സും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവനെ കുറിച്ച്, അപ്പൊ ഈ പൂജ്യത്തിന് മുമ്പേ അതിന് ഇക്വലന്റ് ആയിട്ട് ആ ഒന്നിട്ടാൽ അവൻ കിട്ടുന്ന അനേക ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജുകൾ, അതിന്റെ മൂല്യം ആ പൂജ്യങ്ങളുടെ മുമ്പേ ഒന്നിടുമ്പം എത്രയോ മടങ്ങ് ആ വലിയ സംഖ്യ ആയിരിക്കും, അതിന് അത്രയും മടങ്ങ് കൂടും. അതുകൊണ്ട് കുട്ടികളെ ആ നിമിഷത്തിൽ നിലനിൽക്കാൻ അനുവദിക്കണം. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാത്രമല്ല, മാതാപിതാക്കളും അധ്യാപകരും അവരുടെ അചിന്താഗതിയും അവർ ചെയ്യുന്ന പ്രവൃത്തിയും ഇതിനെ ഊന്നിയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് ബോധ്യം ആയാൽ ആ തരത്തിൽ ഈ കുഞ്ഞുങ്ങളും ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ അവർക്ക് ആ വ്യക്തിവികാസവും പിന്നെ ഭൗതിക ലോകത്തിലെ അറിവുകളും നോളജും വളരെ ഉപകാരമായിരിക്കും. രണ്ടും അവർക്ക് കിട്ടും. അങ്ങനെ വരുമ്പോഴാണ് ഈ റിയൽ നോളജ് പ്ലസ് ദിസ് മെറ്റീരിയലിസ്റ്റ് നോളജ് കിട്ടുമ്പം ഈ തരം വ്യക്തിത്വങ്ങൾ അവർ ശ്രേഷ്ഠരാകും. പിന്നെ അവര് നേടുമായിരിക്കും, ഭൗതിക ലോകത്തിലും അവര് ഭയങ്കരമായിട്ട് നേടുമായിരിക്കും. പക്ഷെ ഈ ഒരു അറിവുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പം അവർക്ക് ആ സോൾസ് കോളിംഗ് വരുമ്പം അവർക്ക് എളുപ്പം അങ്ങോട്ട് ചാടാൻ പറ്റും. അതുകൊണ്ടാണ് ആ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഈവൻ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് റിക്വയർ ഇറ്റ് എന്നുള്ളതാണ്. അപ്പൊ സത്തയ്ക്ക് മാത്രം ഒരു കാര്യം അപ്പൊ ഒരു കാര്യം പറയുന്നത് ഈ രീതിയിൽ പോകണം. കാരണം ലാസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞാലും ആ ജീവിത രഹസ്യത്തിൽ തേടി പോകുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പോയി അതില് ഇത് പിന്നെ ഇൻവോൾവ് ആകുമ്പം അതിന്നൊക്കെ പിന്നെ കുറച്ച് മനസ്സിലാകുന്നത് നമുക്ക് നമ്മുടെ എഫേർട്ടിനൊന്നും അവിടെ ഒരു പരിധി വരെ പറ്റുള്ളൂ. നമ്മുടെ പ്രയത്നം ഒരു പരിധി വരെ സത്തയുടെ അടുത്തെത്തിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴും നമ്മൾ പിന്നെ എന്താണ് നേടുക എന്നല്ല, ബോധോദയം നേടുന്നതല്ല. ഇത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അതിനകത്തൊരു കർത്തൃത്വം ഉള്ളത് പോലെയാണ് നേടിയെന്ന് പറഞ്ഞാൽ. അവിടെ നമ്മൾ നേടുന്നതൊന്നല്ല, ഇറ്റ് ഹാപ്പൻസ് എന്നേ ഉള്ളൂ. ആരും ബോധപ്രാപ്തരും ആകുന്നില്ല. മാത്രം നമ്മെ ബോധപ്രാപ്തനാക്കുന്നത് സത്ത മാത്രമാണ് നമ്മെ ബോധപ്രാപ്തൻ ആക്കുന്നത്. അതുകൊണ്ട് സത്തയെ അറിയാനുള്ള തടസ്സങ്ങളെല്ലാം ബോധപൂർവവും മാറ്റേണ്ടതാണ്. അതായത് ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ ഓരോ പ്രവൃത്തിയിൽ മനപൂർണതയോടെ ഏർപ്പെടാൻ ഉള്ള പരിശീലനം നമ്മളിലും കുഞ്ഞുങ്ങളിലും കുട്ടികളിലും എല്ലാം നിലനിർത്തണം. അത് സമൂഹത്തിൽ
നമ്മുടെ അടുത്ത് വരുന്ന ആരായാലും അവരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ നമ്മള് സാധക്സിന് പറ്റട്ടെ. കാരണം റിട്ടയർ ചെയ്ത സ്റ്റാഫ്സ് ഒക്കെ ആണെങ്കിൽ പിന്നെ ഇനിയും കോളേജ് സ്കൂൾ ഒന്നും പോകുന്നില്ല. പക്ഷെ അവരുടെ അടുത്ത് വരുന്ന ഏത് വ്യക്തികളായാലും കുഞ്ഞുങ്ങളായാലും ആ തരത്തിലോട്ട് നിൽക്കാനുള്ള രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ആ രീതിയിൽ സമൂഹത്തിന് യൂസ്ഫുൾ ആയ ഒരു രീതിയിൽ നാം സാധകർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇതില് ഈ ഒരു വൃത്തത്തിലെ ശൂന്യതയില് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പല പോയിന്റ്സും കടന്നു വരുന്നുണ്ട്. അതില് നമ്മുടെ മൈൻഡിന്റെ ഭാവനാ ലോകം അത് തന്നെയായിരുന്നു എല്ലാവർക്കും തുടക്കത്തില്. കാരണം നമ്മൾ കേൾക്കുന്നതും കണ്ടു വളരുന്നതും എല്ലാം അത് തന്നെയാണല്ലോ. അതിന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ ആധ്യാത്മികതയിലേക്ക് കടന്നു വരുന്നത്. കാരണം കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കുറെ പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അത് ശരിയാവാം, തെറ്റാവാം. പക്ഷെ ഭാവനാ ലോകത്തില് ജീവിക്കുമ്പോ മൈൻഡ് എത്രത്തോളം ആക്റ്റീവാണ്, മൈൻഡിന്റെ മാനിപ്പുലേഷൻ അത്രയും ഉണ്ട് ലോകത്തിൽ. ചിലപ്പോൾ കിട്ടുന്ന ഭാവനയിൽ നിന്നും കിട്ടുന്ന ദർശനങ്ങളെ റിയൽ ആയിട്ട് ചിന്തിച്ച് ഇതാണ് സത്യം, ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് ചിന്തിച്ചിട്ട് അവരുടെ അനുഭവം ബാക്കിയുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോൾ എന്ത് പറ്റും? അറിയാതെ തന്നെ ഒരു ഇമ്പോസ് ചെയ്യപ്പെടുകയാണ്. ഇതാണ് സ്പിരിച്വാലിറ്റി, ഇങ്ങനെയാണ് സ്പിരിച്വാലിറ്റി, സ്പിരിച്വാലിറ്റിയുടെ അനുഭവങ്ങൾ ഇതാണ് എന്നൊക്കെ. കാരണം എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നതാണ്. കാരണം സ്പിരിച്വലായിട്ട് ഒപ്പനൊരു സാധകനാണ്. അപ്പൊ ആ സാധന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിക്കും സ്വാഭാവികമായിട്ടും അറിവുണ്ടെങ്കിലും ഭാവന മനസ്സുണ്ടല്ലോ. അപ്പം ഭാവനകളുടെ അപ്പം അപ്പൂപ്പൻ അറിവുള്ള വ്യക്തി തന്നെയായിരുന്നു. കുറേയേറെ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് ഒരു ഗുരുവിന്റെ കീഴിൽ സാധന പ്രാക്ടീസ് ചെയ്ത ആള് തന്നെയാണ്. എന്നാലും ആ ഒരു മനസ്സിന് ഉടമയാണല്ലോ, മനസ്സിന്റെ ഭാവനാ ലോകങ്ങൾ വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആ ഗുരു, അപ്പൂപ്പന്റെ ഗുരുവിന് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഗുരുവിന്റെ ആ സാമീപ്യം ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഭാവനാ ലോകത്തിലോട്ടൊക്കെ പോയിട്ടുണ്ടാവുക. പണ്ട് പറഞ്ഞു തന്ന കുറെ കഥകളെല്ലാം മനസ്സിലുണ്ട് എന്റെ. അപ്പൂപ്പൻ ഗന്ധർവനെ കണ്ട കഥയും പല പല ശബ്ദങ്ങൾ കേട്ട കഥയും, പിന്നെ അപ്പൂപ്പന്റെ സാധന പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ആ അനുഭവത്തിലൂടെ കടന്നു പോയതും അതൊക്കെ ചിലപ്പോൾ റിയൽ ആയിരിക്കാം. കാരണം ആ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ഒരു വെളിച്ചം കാണും, നെറ്റിയിൽ ഒരു വെളിച്ചം കാണും. ഇതിങ്ങനെ കുറെ കഥകൾ പറയും, അല്ലെങ്കിൽ അനുഭവങ്ങളും പറയും, സ്വന്തം അനുഭവങ്ങളും പറയും. അപ്പൊ ഇത് കേട്ട് വളർന്നത് കൊണ്ട് പ്ലസും മൈനസും ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാവനാ ലോകം അറിയാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ. എന്നാൽ സ്പിരിച്വാലിറ്റിയോട് ഒരു ആകർഷണവും ഉണ്ടായിട്ടുണ്ട്. റിയൽ ഒരു ഭാവന രൂപത്തിലാണെങ്കിലും ഒരു ഒരു ഇൻക്ലിനേഷൻ വന്നിട്ടുമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇതെല്ലാം കേട്ട് കേട്ട് വളരുമ്പോൾ നമ്മളൊരു ഫാന്റസി വേൾഡ് ആയിട്ടാണ് ഈ സ്പിരിച്വാലിറ്റിയെ കാണുന്നത്. അതിന്റെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല, ഈ ഫാന്റസിയിലായിരിക്കും കാണുന്നത്. കുറച്ചും കൂടി മുതിർന്നപ്പോ എന്ത് പറ്റുന്നു, ഈ ശക്തിമാൻ എന്ന് പറഞ്ഞ പണ്ടൊരു സീരിയൽ ഉള്ളത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പൊ അതില് കാണിക്കുന്നത് ഫുള്ളും ഇങ്ങനത്തെ കുറെ അത്ഭുത സിദ്ധികൾ വരുന്നതും പവർ കിട്ടുന്നതും സൂപ്പർ ഹ്യൂമൻ ആവുന്നതും അങ്ങനത്തെ ഒക്കെയാണ്. അപ്പൊ ഈ കഥകളിൽ കൂടി കേട്ട് വന്ന് ഇതും കൂടെ കാണുമ്പോൾ എന്ത് പറ്റും നമുക്ക്? എന്റെ സംഭവിച്ച് പറയാണ്, എന്ത് പറ്റി, ഇതിലൊരു ഫാന്റസി ക്രിയേറ്റ് ആയി എൻ്റെ ഉള്ളിൽ തന്നെ, കൂടുതൽ ഉറക്കിയാണ്. ഇതൊക്കെ ചെയ്തു വരുമ്പോ ഇങ്ങനെ ഒരു സൂപ്പർ ഹ്യൂമൻ ആവാം, ആൾക്കാരുടെ മുന്നിലൊക്കെ ആൾക്കാരെ രക്ഷിക്കുന്ന രീതിയിൽ, ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ, അങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ വരികയാണ്. സ്പിരിച്വാലിറ്റിയുടെ റൂട്ടേ മാറിപ്പോയി, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതേ മാറിപ്പോയി. അതിന്റെ യഥാർത്ഥത്തിൽ നിന്ന് മാറി നേരെ ഓപ്പോസിറ്റായി, ഭാവനയുടെ ലോകത്തായി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, ഗുരുവിന്റെ അടുത്ത് വരുന്നത്, ഒരു ഗുരു സങ്കല്പത്തിനോട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നത്. ഈ
ചെറുപ്പകാലത്തില് നമുക്ക് കിട്ടുന്ന കുറെ അറിവുകളുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതൊരു ബേസ് ആണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറെ ഫാന്റസി ഐഡിയകൾ വന്നത് കൊണ്ട് പിന്നെ കുറെ കൂടെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് കേൾക്കാനും കഥകൾ പറഞ്ഞു തന്നതൊക്കെ വെച്ചിട്ടാണ് എന്ത് പറ്റിയത്, സ്പിരിച്വാലിറ്റിയിലോട്ട് ഒരു ഇൻക്ലിനേഷൻ വന്നത് തന്നെ, ഒരു അറ്റാച്ച്മെന്റ് വന്നത് തന്നെ. അപ്പം ബേസ് കുട്ടികൾക്ക് എന്ത് വേണം, തുടക്കത്തിലേ കൊടുക്കണം. ഒരു മോറൽ വാല്യൂസ് നമ്മൾ എന്തായാലും കൊടുത്തേ പറ്റൂ. ഇപ്പോൾ ഉള്ള ഫാസ്റ്റ് ലൈഫിന്റെ കൂടെ ഒപ്പം തന്നെ ഈ ബേസുകൾ നമ്മൾ കൊടുത്തേ പറ്റൂ. ഇപ്പം നമ്മുടെ വീട്ടില്, എൻ്റെ വീട്ടിൽ ഇവിടെ അനിയനുണ്ട്, അനിയന് 2 മക്കളുണ്ട്. അപ്പം അനിയനും വൈഫും സ്പിരിച്വൽ ആണെങ്കിലും കൂടുതൽ ഇങ്ങോട്ടല്ല. അനിയന്റെ വൈഫ് എന്താണ്, ഗുരുദേവന്റെ കൃതികളെല്ലാം വായിച്ചിട്ടുള്ളതാണ്, അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ആ മൂത്ത മകനെ ഗുരുവുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു, ഔദ്യോഗികമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. കാരണം നമുക്ക് അറിയാം കുഞ്ഞുനാളിലെ കൊടുക്കുന്ന ബേസ് ആണ് കുട്ടികൾക്ക് ഭാവിയിൽ പ്രയോജനമാവുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചപ്പോ എന്നോട് പറഞ്ഞു, ബൽചേട്ടാ, ഞാന് എന്റെ മോനെ വളർത്തുന്നത് ഒരിക്കലും ഈ സന്യാസിയാക്കാനല്ല. അപ്പം ബൽചേട്ടാ അധികം ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് സൈലന്റ് ആയിട്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് കൊടുക്കുന്നത് സന്യാസിയാക്കാനല്ല, ഇവനെ ഒരു നല്ലൊരു മനുഷ്യനാക്കി ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് സ്പിരിച്വാലിറ്റി, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം ആ ഒരു മനോഭാവമാണ് എല്ലാവർക്കും. സ്പിരിച്വൽ ആയിട്ട് ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ സന്യാസിയായി പോകുമോ, കഴിവില്ലാത്തവനായി പോകുമോ എന്നുള്ള മനോഭാവമാണ്. എന്നാലും ഞാൻ അതവിടെ നിർത്തിയില്ല, ആ പ്രോസസ്സ് അവിടെ നിർത്തിയില്ല. മാക്സിമം എങ്ങനെയൊക്കെ ഗുരുവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുത്തു. 2ാമത് കുട്ടി വന്നപ്പോഴും ആ കുട്ടിയെയും ഇതുപോലെ ഗുരുവുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോയതും ഗുരുവിനടുത്താണ്. കാരണം എന്തായിരുന്നാലും ഒരു ബേസ് വേണം. ആ ബേസ് ഞാൻ എന്തായാലും കൊടുക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൊടുത്തിരിക്കും കുട്ടികൾക്ക്. അത് ഭാവിയിൽ അവർക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് അത്ര ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് കൊടുത്തു. അതുകൊണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മള്. ഇങ്ങനെ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് പറ്റും, ഏതെങ്കിലും ഒരു നിമിഷത്തില് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടിലേക്ക് കയറാൻ പറ്റും. ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അവര് എങ്ങനെയാണ് അവര് പഠിക്കുന്നത്, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താണല്ലോ. കാരണം ഒരു സാധകൻ എപ്പോഴും കുട്ടികളുടെ മനസ്സ് വേണമെന്നാണ് പറയുന്നത്. കാരണം കുട്ടികളുടെ ക്യാരക്ടർ അതാണ്. ഈ നിമിഷത്തിൽ നിലനിന്നുകൊണ്ടാണ് അവർ ഒബ്സർവ് ചെയ്യുന്നത്. മുതിർന്നവരെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം അവര് സ്വാഭാവികതയിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ നമ്മളുടെ ആ കുട്ടിത്തം മാറിപ്പോയപ്പോ എന്ത് പറ്റി, മൈൻഡ് അവിടെ കൺട്രോൾ ഏറ്റെടുത്തു. അപ്പൊ നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം നമ്മുടെ മൈൻഡിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അപ്പം അവരുടെ സ്വാഭാവികത അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്, അവരുടെ വളർച്ച അവിടെ മുരടിച്ചു പോവുകയാണ്. അപ്പൊ അവര് വളർന്നു വരുമ്പോ അവരുടെ ശരീരം വളരും, അവരുടെ മനസ്സും വളരും ഒപ്പം. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, മനസ്സിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് എല്ലാം അവർ കളക്ട് ചെയ്യും. എന്നാൽ അത് യാഥാർത്ഥ്യത്തിൽ നിന്നും മാറി നിൽക്കുന്ന സത്യങ്ങളാണ്. ആ സ്വാഭാവികതയിലേക്ക് പോയിരുന്നുവെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും വേറൊരു ആംഗിളിൽ കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ ഈ മനസ്സും ബുദ്ധിയും വെച്ച് കിട്ടുന്ന അറിവല്ല, തെറ്റായ ധാരണകൾ, അത് വെറും ഇൻഫോർമേഷൻസ് മാത്രമാണ്. അത് ഒരിക്കലും ആ റിയൽ നേച്ചർ, നമ്മുടെ റിയൽ സെൽഫിനെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല, ഉപയോഗം വരില്ല എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റില്ല. സാധാരണ വളർന്നു വരുന്ന ഒരു കുട്ടികൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പം അതാണ് നമുക്ക് ആദ്യമേ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പത്തിലെ വളർന്നു വരുന്നവർക്ക് നൽകാനുള്ളത്. എന്താണ് റിയാലിറ്റി, എന്താണ് നീ തേടേണ്ടത്. ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നതിനോടൊപ്പം തന്നെ ഇതും നമ്മൾ പതുക്കെ പതുക്കെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇപ്പം ഗുരുജി നമ്മളെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കുന്നേ, ഈ സാധന ചെയ്യിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ ഭൗതികതയുടെ
ഈ ഡ്യൂട്ടീസ് എല്ലാം വിട്ടിട്ടാണോ ചെയ്യുന്നത്? അല്ല, രണ്ടും ഒരുപോലെ കൊണ്ടുപോവാണ്. അപ്പൊ ഇത് ചെറുപ്പത്തിലേ കൊണ്ടുവന്നാൽ എന്ത് പറ്റും? അവർക്ക് എത്രയും ഈസി ആയിരിക്കും. നമ്മളിപ്പോ കിടന്ന് കഷ്ടപ്പെടുന്ന അത്രയും ഒന്നും കഷ്ടപ്പെടേണ്ടി വരില്ല അവർക്ക്. കുറെ എന്താണ് മനസ്സുകൊണ്ട് അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന ചീട്ടുകൊട്ടാരങ്ങൾ അധികം ഒന്നും പൊളിക്കേണ്ടി വരില്ല ചെറുപ്പത്തിലേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ. നമുക്ക് ഓരോന്ന് പൊളിച്ചെടുക്കാൻ എത്ര പാടുപെടുന്നു. അപ്പം ഈ ഒരു സാധകൻ ശരിക്കും അറിയാതെ അറിയുക എന്നുള്ളതാണല്ലോ അവന്റെ സ്വാഭാവികത എന്ന് പറയുന്നത്. അങ്ങനെ അറിയാൻ എന്ത് ചെയ്യണം? ഈ നിമിഷത്തിൽ നിലനിന്നേ പറ്റുള്ളൂ. അപ്പോ വിവേക ബുദ്ധി അവിടെ വർക്ക് ചെയ്യും. അത് നേരെ എവിടോട്ടുള്ള വഴി കാണിച്ചു തരും? നമ്മുടെ സത്തയിലേക്ക്. ആ നിരീക്ഷകനെ ഉണർത്തി ആ സത്തയിലേക്കുള്ള വഴി കാണിച്ചു തരും. അപ്പം സ്വാഭാവികത മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ ഈ ഒരു പ്രയത്നം നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം വരുമ്പോ ആ സ്വാഭാവികത അവിടെ നഷ്ടപ്പെടും. അവിടെ നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ആ സ്വാഭാവികത നഷ്ടപ്പെടുന്നത്. എന്നാൽ ഒരു ഫ്ലോ ആയിട്ട് നിൽക്കാൻ സാധിച്ചാൽ, ഒരു ശാന്തമായ ഒരു മനസ്സിന് ഉടമയായി, സ്ഥിരതയുള്ള മനസ്സിന് ഉടമയായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ആ ബോധവുമായിട്ടുള്ള കണക്ഷനാണ് പിന്നെ അവിടെ നടക്കുന്നത്. അവിടെ വേറെ പ്രയത്നമൊന്നും ഇല്ല. ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്ലോയില് നമ്മൾ ആ അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സയന്റിസ്റ്റുകൾ ഉണ്ടല്ലോ, സയന്റിസ്റ്റുകൾ എന്താണ് നോക്കുന്നത്? ജീവന്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ ക്രിയേഷൻ എങ്ങനെ നടന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അവരെന്ത് ചെയ്യും? അവർ ഔട്ടർ സ്പേസിലോട്ട് പോയി ആ സത്യത്തെ എന്താണ് അവർ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് അതിനെ തേടുകയാണ്. അത് തേടുന്ന യാത്രയിൽ അവർ എന്തൊക്കെ തേടുന്നു? കുറെ ഡിസ്കവറീസ് നടത്തുന്നു. അവർ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നതല്ല, ഉള്ളതിനെ ഡിസ്കവർ ചെയ്യുന്നു. അത്രേ സംഭവിക്കുന്നുള്ളൂ അവിടെ. അതുപോലെ സാധകൻ അവന്റെ ഇന്നർ സ്പേസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ ഓരോന്നോരോന്നായിട്ട് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. തിരിച്ചറിഞ്ഞ് ആ സത്തയെ തിരിച്ചറിയും. അപ്പൊ അവിടെ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നതല്ല, എന്താണോ അവിടെ ഉണ്ടായിരുന്നത് അതിനെ ഒരു സാധകൻ തിരിച്ചറിഞ്ഞ് അതായിട്ട് മാറുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഇന്നലത്തെ വൃത്തത്തിലെ ശൂന്യതയെ കുറിച്ചുള്ള ഡിസ്കഷൻ കഴിഞ്ഞപ്പോ എനിക്കൊരു അനുഭവം ഉണ്ടായി. നമ്മളത് ഇന്ന് ഗുരുജിയോട് പറഞ്ഞു. അപ്പൊ ഗുരുജി അത് ഇന്നത്തെ ഡിസ്കഷനില് അവതരിപ്പിക്കാൻ നിർദ്ദേശിച്ചു. അത് ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അതായത് ഇന്നലെ ഡിസ്കഷൻ കഴിഞ്ഞ് ഇതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഉള്ളിലൊരു ഡീപ്പ് സൈലൻസ് അനുഭവപ്പെട്ടു, ഒരു എംപ്റ്റിനെസ്. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം വരുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ആ ഭക്ഷണം കഴിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടും ഒക്കെ ഒരു നിരീക്ഷകനായി നോക്കിക്കാണാൻ കഴിഞ്ഞു. അത് ഞാൻ ശ്രമിച്ചുകൊണ്ടല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ ഒന്ന് സംഭവിച്ചു. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. വളരെ ഒരു ഡീപ്പ് സൈലൻസ് ആൻഡ് എംപ്റ്റിനെസ്, ഒരു ശാന്തത. അപ്പൊ ഞാനത് ഇങ്ങനെ ആസ്വദിക്കായിരുന്നു. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും ഒരു 10-15 മിനിറ്റോളം ആ സൈലൻസ് നീണ്ടു നിന്നു. അതിങ്ങനെ ആസ്വദിക്കാൻ സാധിച്ചു. പിന്നെ രാവിലെ എഴുന്നേറ്റ് സാധന ചെയ്തപ്പോഴും അതും പൂർണ്ണമായി നിരീക്ഷിക്കാൻ സാധിച്ചു. കാരണം ഞാൻ സാധന ചെയ്യുന്നില്ല, ഗുരുജി സാധനാ മന്ത്രങ്ങൾ എന്നിലൂടെ കടത്തി വിടുകയാണ് എന്നൊരു തലത്തിൽ നിന്നപ്പോ അത് നിരീക്ഷിക്കുവാൻ സാധിച്ചു. അത് ഗുരുകൃപ കൊണ്ട് തന്നെ ആണ് അങ്ങനെ വന്നത്. അപ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ സാധന പൂർത്തിയാക്കുവാനും സാധിച്ചു. അപ്പോഴും ആ നിശബ്ദത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഗുരുജി ഒരു കാര്യം കൂടി പറഞ്ഞു തന്നു. വൃത്തത്തിലെ ശൂന്യത വായിക്കുകയല്ല വേണ്ടത്, ആ വായനയെ നിരീക്ഷിക്കുകയാണ് വേണ്ടത് എന്ന്. അപ്പൊ ഹീലിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത സഹസാധകരിലൂടെ ആ ഊർജം നമ്മളിലേക്കും എത്തിച്ചു തന്ന ഗുരുജിക്ക് കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗുരുജിയുടെ കയ്യിലെ ഉപാധികളായി ഇന്നലെ വിഷയം മനോഹരമായി അവതരിപ്പിച്ച സഹസാധകർക്കും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ വിഷയത്തിലെ ആത്മീയ രംഗത്ത് കടന്നു വരുന്നവരുടെ ഉള്ളിലെ ഭാവനകളെ കുറിച്ചും ആത്മജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സാധനയിലൂടെ സ്വാഭാവികമായി സംഭവിക്കുന്ന ബോധപ്രാപ്തിയെ കുറിച്ചും സൂചിപ്പിക്കുന്നു. സനാതന ധർമ്മത്തിലെ ആത്മീയാന്വേഷണത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മുടെ ഗുരുപരമ്പരകൾ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നീ തന്നെയാണ് സത്യം, നിന്നിലാണ് സത്യം,
നിന്നിലെ സത്യത്തെ നീ തന്നെ തിരിച്ചറിയുക എന്ന്. പഴയ കാലത്തെ ആത്മീയ ഗുരുക്കന്മാർ ഭൗതികമായ സമ്പത്തുകളൊന്നും ആഗ്രഹിക്കാതെ ആത്മജ്ഞാനത്തിന്റെ അമൂല്യമായ അറിവുകൾ സൗജന്യമായി ശിഷ്യർക്ക് പകർന്നു നൽകിയിരുന്നു. ആ പാതയാണ് നമ്മുടെ ഗുരുജിയും പിന്തുടരുന്നത്. സാധകർക്ക് വേണ്ടി പല ത്യാഗങ്ങളും സഹിക്കാൻ ഗുരുജി തയ്യാറാവുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യമുള്ളത്, ഈ ആത്മീയ തത്വങ്ങൾ അത് വളരെ ഡീപ്പായതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പുരാണങ്ങളും ഇതിഹാസങ്ങളും കഥകളിലൂടെ അത് വിവരിച്ചു. പക്ഷെ അവിടെയും ഉദ്ദേശിക്കുന്നത് ആ കഥകൾക്ക് പിന്നിലെ തത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ചിലരൊക്കെ അതിൽ പരാജയപ്പെടുന്നുണ്ടാകാം. അപ്പൊ അവരുടെ ഒരു ഭാവന, അവരുടേതായ ഒരു ഭാവനകൾ ലോകത്ത് അവര് സഞ്ചരിക്കുന്നതായിരിക്കും. പക്ഷെ ഈ സന്ദേശങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നേരത്തെ ഉള്ളതാണ്. അപ്പൊ ശരിയായ ഒരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിക്കുകയാണെങ്കിൽ ആ ഒരു സത്യം മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭാവന ലോകത്തുനിന്ന് പുറത്തേക്ക് വരുവാനും സാധിക്കും. പക്ഷെ ഇപ്പോഴേ ആത്മീയതയെ കുറിച്ച് പലരും പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പണം നേടുവാനുള്ള വഴികളും പലരും പിന്തുടരുന്നുണ്ട്. നമുക്ക് കാണാം, യൂട്യൂബ് തന്നെ പല സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പല 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 ആംഗിളിൽ നിന്നുള്ള പല രീതികളിലും പല ഭാവനകളും ഉള്ള പല വീഡിയോസും ഒക്കെ കാണാം. നമുക്ക് ഏതായാലും നമ്മൾക്ക് ഈ ശരിയായ പാത കാട്ടിത്തരുന്ന ഗുരുജിയെ കിട്ടിയതിൽ ഈശ്വരനോട് കൃതജ്ഞത നന്ദി പറയുന്നു. അപ്പോ ഈ ചില കെട്ടുകഥകളിൽ ഇപ്പോഴും ആൾക്കാർ വിശ്വസിച്ചിട്ട് ആ ചതിക്കുഴിയിൽ വീണു പോകുന്നുണ്ട്. അത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഓൺലൈനായിട്ട് മന്ത്രദീക്ഷ തരാം, 10 ദിവസം കൊണ്ട് ധ്യാനം പരിശീലിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കാന്നേ ഉള്ളൂ. അപ്പൊ ഈ ആത്മസാക്ഷാത്കാരം നേടുവാൻ ചിത്തവൃത്തികളെ നിരോധിച്ച് സാധന ചെയ്യണമെന്നാണ് ഋഷിമാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ചിത്തവൃത്തികളെ നിരോധിക്കുവാൻ മനസ്സിന്റെ ചലനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് ഗുരുജി ആവർത്തിച്ച് സാധകരെ ഓർമ്മിപ്പിക്കുന്നു. ഗുരുജിയുടെ എല്ലാ കൃതികളും നോക്കിയാലും ശൂന്യമായ വാക്കുകൾ, അതുപോലെ അഹങ്കരിക്കൽ, അവധൂത ചിന്തകൾ, ആത്മഭാഷണം എന്നീ രചനകളിലെല്ലാം മനസ്സിന്റെ ചലനങ്ങളെ കുറിച്ച് ഗുരുജി സാധകരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വൃത്തത്തിലെ ശൂന്യതയിൽ മനസ്സിന്റെ നിരീക്ഷണത്തിലൂടെ എങ്ങനെ സാധകനെ ലക്ഷ്യത്തിലെത്താമെന്നും സൂക്ഷ്മമായി വിവരിക്കുന്നു. ഇന്നത്തെ കുട്ടികളെ കുറിച്ചുള്ള ഇതാണ് അടുത്ത പാരഗ്രാഫിൽ. ഇന്ന് കുട്ടികൾ പല അറിവുകളും നേടുന്നുണ്ട്. പക്ഷേ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, എങ്ങനെ പ്രകൃതിയുടെ താളത്തിനൊത്ത് സഞ്ചരിച്ച് ജീവിതത്തെ ആസ്വദിക്കാം എന്നിങ്ങനെയുള്ള ആത്മജ്ഞാനത്തിന്റെ പാഠങ്ങൾ പഠിക്കുവാൻ പാഠ്യപദ്ധതിയിൽ ഇടമില്ല. രക്ഷിതാക്കളും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ആ ഒരു ആത്മീയ പാതയിൽ നിന്ന് ഭൂരിഭാഗം ആൾക്കാരും ആ ഒരു അറിവ്, ബേസിക് ആയിട്ടുള്ള അറിവ് നേടുന്നതിന് പകരം അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ആ ഒരു സമൂഹത്തിന്റെ ആ ഒരു മാറ്റം ആണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ അറിവുകൾ നേടിയാലും അറിയേണ്ടതിനെ അറിയാതിരുന്നാൽ അവയ്ക്ക് മൂല്യമില്ലാതെ പോകുന്നു എന്ന് ഗുരുജി പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ അറിവുകളൊക്കെ പല പാശ്ചാത്യ രാജ്യങ്ങളും അതിന്റെ ആ ഒരു മൂല്യം മനസ്സിലാക്കിയിട്ട് അത് പിന്തുടരുന്നുണ്ട്. ഉദാഹരണത്തിന് നെതർലാൻഡില് കുട്ടികളെ ആദ്യം ക്ലാസ്സിൽ ഗായത്രി മന്ത്രമാണ് ചൊല്ലിക്കുന്നത്. അപ്പൊ ഈ ഗായത്രി മന്ത്രം ചൊല്ലുന്നതോടുകൂടി ബ്രെയിനില് ചില നെർവ് സെൽസ് ഒക്കെ ആക്റ്റീവ് ആവും എന്നുള്ളത് അവിടെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അമൂല്യമായ അറിവുകൾ പലതും ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചും അത്രയധികം നമ്മുടെ സമൂഹത്തിൽ അതിനെ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല നിരീശ്വരവാദവും വളരെ പ്രബലമായി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കെട്ടുകഥകളാണ്, മിത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് എതിരായിട്ടും പല പ്രസ്താവനകളും ഇതൊക്കെ വരുന്നുണ്ട്. അവിടെയാണ് ഒരു ഗുരുവിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ഗുരുജി ഒരു ഉദാഹരണം പറഞ്ഞു. പൂജ്യങ്ങൾക്ക് മൂല്യം ലഭിക്കുന്നത് തുടക്കത്തിൽ 1 എന്ന അർത്ഥം ചേരുമ്പോഴാണ്. അതായത് തുടക്കം ആത്മജ്ഞാനത്തിനെ കുറിച്ചായിരിക്കണം. മൂല്യബോധം വളർത്തുന്ന ആത്മീയപരമായ അറിവുകൾ കൂടി ആദ്യമേ നൽകിയാൽ മാത്രമേ അവരുടെ ജീവിതാർത്ഥവത്താകൂ. അതിനെ ഗുരു പകർന്നു തരുന്ന അറിവുകളിലൂടെ സഞ്ചരിക്കണം. അവ സാധന ചെയ്ത് അനുഭവത്തിൽ കൊണ്ടുവരണം.
പക്ഷെ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപൂർവം ചില കുട്ടികൾക്ക് ആ ഭാഗ്യം ലഭിക്കുന്നുള്ളൂ. ബാക്കി കുട്ടികൾക്കൊന്നും ഈ ഒരു അവസരം ലഭിക്കുന്നില്ല. മാതാപിതാക്കളാണെങ്കിലും അതിനെക്കുറിച്ച് അത്ര ബോധവാന്മാരല്ല. അപ്പൊ ആ സമൂഹത്തിന് വരുന്ന മൂല്യച്യുതിയെ ഗുരുജി വളരെ വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തരുന്നുണ്ട്. കാരണം എത്ര അറിവ് നേടിയാലും ഈ അറിയേണ്ടതിനെ അറിഞ്ഞില്ലെങ്കിൽ കാര്യമില്ല. കാരണം ഇപ്പൊ എത്രയോ ടെക്നോളജിയിലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇത് തന്നെ നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഈ IT മേഖലയിലുള്ള ഒരു വലിയൊരു കണ്ടുപിടുത്തമാണ്. പക്ഷെ അതേസമയം തന്നെ പലതും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും യുദ്ധങ്ങൾക്കുമായിട്ട് ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ആർക്കും അതിനെക്കുറിച്ചൊരു ബോധമില്ല. അത് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും എങ്ങനെ ആ ലക്ഷ്യത്തിലെത്താം എന്നൊന്നും ചിന്തിക്കാതെ ഈ അറിവുകൾ വെച്ചിട്ട് സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ആ ആത്മീയപരമായ കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങൾ, ആത്മീയത എന്ന് പറഞ്ഞിട്ട് പലതും പല രീതിയിൽ വളച്ചൊടിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൂടുതൽ അപകടങ്ങളിലേക്ക് പോവുകയുള്ളൂ. അപ്പോ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന് ഗുരുവിൽ നിന്ന് മാത്രമേ അറിയാൻ കഴിയൂ. അപ്പം ഗുരുവിൽ നിന്ന് അത് അറിഞ്ഞ് ചിത്തശുദ്ധിയോടെ സാധന ചെയ്ത് ഗുരുവിന്റെ കൃപയാൽ മനസ്സിനെ നിരീക്ഷിച്ച് നിശ്ചലമാകുമ്പോൾ അവിടെ ധ്യാനം സ്വാഭാവികമായി സംഭവിക്കുന്നു. ഗുരുജി എടുത്തു പറയുന്നുണ്ട് എല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്. നമുക്ക് വേണം എന്ന് വെച്ച് നമുക്കത് ബോധപൂർവം നമുക്കൊന്നും നേടാൻ പറ്റില്ല. അതിനുവേണ്ടി നിരീക്ഷണം തന്നെ സാധനയാക്കുക. നിരീക്ഷകനാണ് ബോധപ്രാപ്തിയിലേക്ക് നയിക്കുന്നത്. ആ സ്വാഭാവികതയിൽ സത്തയാണ് ബോധപ്രാപ്തനാക്കുന്നത്. അവിടെ നിരീക്ഷകന്റെ പ്രാധാന്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സൂചിപ്പിക്കുന്നു. കാരണം എന്തു തന്നെ ചെയ്താലും ആ നിരീക്ഷകൻ ഉണർന്നില്ലെങ്കിൽ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കില്ല. അപ്പൊ സാധകൻ മനസ്സിനെ തുടർച്ചയായി നിരീക്ഷിക്കുക. ആ നിരീക്ഷണം നിത്യസാധനയാകുമ്പോൾ അത് ധ്യാനാത്മക മനസ്സായി മാറുന്നു. അതെപ്പോൾ സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയുവാൻ നമുക്ക് കഴിയില്ല. കാരണം എല്ലാം അസ്വാഭാവികമായിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് നടക്കേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് അത്. അപ്പൊ സാധകൻ ആ ധ്യാനാത്മക മനസ്സിനെ നിരീക്ഷകന് മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതും സ്വാഭാവികമായ നിശ്ചലതയിൽ സംഭവിക്കേണ്ടതാണ്. സാധകന്റെ റോൾ അവിടെ കഴിഞ്ഞു. കാരണം പിന്നെ നിരീക്ഷകനാണ് ആ ബോധപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകുന്നതും ബോധപ്രാപ്തി സത്തയാണ് ബോധപ്രാപ്തി നൽകുന്നതും. അപ്പൊ ഈ ഒരു മനസ്സിന്റെ നിരീക്ഷണം തുടക്കത്തിൽ പറഞ്ഞ പോലെ മനസ്സിൽ ഭാവനകൾ സൃഷ്ടിച്ച് മനസ്സ് ഈ ഭാവനകളെ നിരീക്ഷിക്കുന്നതിന് പകരം മനസ്സിനെ നിരീക്ഷിക്കുവാനാണ് ഗുരുജി പറയുന്നത്. മനസ്സിനെ നിരീക്ഷിച്ച് നിശ്ചലമാക്കി ആ ഒരു ധ്യാനാത്മക മനസ്സാക്കി നിൽക്കാൻ സാധിക്കണം. അതിന് ഈ നിമിഷത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണം. അപ്പോഴാണ് ആ ഒരു നിരീക്ഷകന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാകുന്നത്. നിരീക്ഷകന് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം സ്വാഭാവികമായ ആ നിശ്ചലതയിൽ സംഭവിക്കുന്നതാണ്. അത് എല്ലാം നിരീക്ഷകന്റെ കരങ്ങളിലൂടെ സംഭവിക്കുന്നു. ഹരിയോ. ഇന്ന് ഗുരുജി തുടങ്ങുന്നത് ആ ഭാവനാ ലോകവും ആത്മീയതയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഗുരുജി ആദ്യം ഇന്നത്തെ വൃത്തത്തിൽ ശൂന്യത തുടങ്ങുന്നത്. കാരണം അത് തന്നെയാണ് സത്യവും. കാരണം പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഭൂരിഭാഗം ആളുകളും ആത്മീയതയിൽ വരുന്നത് ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മനഃശാന്തിക്ക് വേണ്ടിയിട്ടോ, ചിലവർക്ക് തൻ്റെ കടമകളിൽ നിന്നുള്ള ഒരു
ഒളിച്ചോട്ടോ പല രീതിയിലായിരിക്കും. അപ്പോൾ ഇത് ഏതൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നീ വന്നാലും നീ ആ ലക്ഷ്യത്തിൽ പെട്ടുപോകും. നമ്മൾ കാണുന്നതും പ്രവർത്തിക്കുന്നതും നിൽക്കുന്നതും ആ മനസ്സ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ കണ്ണാടികളിൽ കൂടി നോക്കിയിട്ടായിരിക്കും നമ്മളെ ലോകത്തെ കാണുന്നത്, അല്ലെങ്കിൽ ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് ഒരു സത്യത്തെക്കുറിച്ചുള്ള യാതൊരു അറിവും നിന്നിലേക്ക് കയറുകയില്ല, അല്ലെങ്കിൽ നിന്നിലേക്ക് വന്നു ചേരാൻ കഴിയുകയില്ല. കാരണം ഗുരുജി പലപ്പോഴും പറയുന്നത് പോലെ ഒരു ആത്മാന്വേഷിയുടെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് അവന് ഒരു അന്വേഷണ ത്വര ആവശ്യമാണ്. അവന് ഒരു അത് എന്തും ആയിക്കോട്ടെ, ഇന്നത്തെ നമ്മുടെ ഒരു അവിശ്വാസിയായാലും അത് നല്ലതാണ്. കാരണം അവൻ അവിടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. അത് കുറച്ചുകൂടി നമ്മളെ അതിലേക്ക് അടുപ്പിക്കും. കാരണം അവന് ആ കറകൾ കുറവാണ്. പക്ഷേ ഇതിനെയും കാട്ടി ഏറ്റവും പ്രധാനം ഗുരുവിൻ്റെ അടുത്ത് പലപ്പോഴും ഞാൻ സംസാരിച്ചപ്പോൾ ഗുരു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ശരത്തെ, ഇതിൽ ഞാൻ ഒരു മാനദണ്ഡം മാത്രമേ ഈ ആധ്യാത്മിക പാതയിൽ നിർത്തുവാനായിട്ട് ഞാൻ നോക്കിക്കാണുന്നുള്ളൂ. നീ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നിന്നിൽ ആ അഹത്തിൻ്റെ കെട്ടുപാടുകൾ എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം സത്യത്തെ നിനക്ക് തിരിച്ചറിയുവാൻ കഴിയും. അപ്പം അഹം എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഭാവനയുടെ ഒരു വലിയ വേലിയേറ്റമാണ്. ആ മഞ്ചത്തിൽ ഇരിക്കുന്ന ആ മായാമോഹനമായ മനസ്സിൻ്റെ ആ ഘനീകരിച്ച രൂപമാണ് ഈ അഹം എന്ന് പറയുന്ന സംഭവം. അപ്പം ഒരു ഗുരു അതാണ് ഇപ്പം തന്നെ നമുക്ക് ഈ ക്യാമ്പിൽ നടന്നപ്പോൾ തന്നെ ഗുരു സാധാരണ അത് നമ്മളിങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു. സാധാരണ ഒരു ആധ്യാത്മിക കേന്ദ്രത്തിൽ വരുമ്പം അവിടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മാക്സിമം ആളെ കൊണ്ടുവരിക. എന്നാൽ ഗുരുജി ഈ പ്രാവശ്യം ക്യാമ്പിൽ വന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ പോയി പച്ച മലയാളത്തിൽ പറയുക, ഇവിടെ വരുന്നത് നീ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈശ്വര സങ്കല്പമോ മറ്റോ ഇതോ ആ രീതിയിലല്ല, നിനക്കൊരു അന്വേഷണം വേണം. പുറത്തൊരു ഈശ്വരനെ അല്ല, നിന്നിലുള്ള ഈശ്വരനെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അത്ഭുത ലോകങ്ങളോ അത്ഭുത സിദ്ധികളോ പൂജകളോ മന്ത്രങ്ങളോ ഒന്നുമില്ല. വർണ്ണശലഭങ്ങളായ യാതൊരു കാഴ്ചകളുമില്ല. ഇവിടെ ഉള്ളത് നീ മാത്രം. ആ നിന്നെ നീ കാണുവാൻ നിനക്ക് കഴിയണം.
ഇതാണ് യഥാർത്ഥ ഒരു ആത്മ അന്വേഷണം. ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അടുത്ത ഗുരുജി പറയുന്നത് പ്രയത്നത്തെക്കുറിച്ചാണ്. ഗുരുജി പറയുന്നത് നിനക്ക് സത്യത്തെക്കുറിച്ച് അറിയാനായിട്ട് പ്രയത്നത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നാം ഒന്ന് ചിന്തിച്ചു പോകുന്നില്ലേ? ഈ ഡിസ്കഷൻ തന്നെയായാലും എന്തിന് ഇതിനു വേണ്ടി നമ്മൾ വായിക്കുന്നു, മനനം ചെയ്യുന്നു, ചിന്തിക്കുന്നു, പറയുന്നു, എഴുത്തുകൾ ഗുരുജിയുടെ രചനകൾ വായിക്കുന്നു, സാധന ചെയ്യുന്നു, അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഇത് പ്രയത്നമല്ലേ എന്ന ഒരു ചോദ്യം നമുക്കവിടെ വരാം. അപ്പോൾ ഈ പ്രയത്നം എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെയാണോ അഴുക്ക് പിടിച്ചിരിക്കുന്ന കണ്ണാടിയിലെ നമ്മൾ തുടച്ച് വൃത്തിയാക്കുന്നത്. കാരണം കണ്ണാടിയുടെ പ്രതലം വൃത്തിയുള്ളതാണ്, അത് യഥാർത്ഥ രൂപം, അത് ക്ലിയറാണ്, ശുദ്ധമാണ്. അപ്പം ആ അഴുക്കിനെ, ആ മനസ്സാകുന്ന അഴുക്കിനെ കളയുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നം ആവശ്യമാണ്. ഇപ്പം ഗിരിധരൻ സാർ പറഞ്ഞ കണക്ക് നമ്മൾ കുറേയൊക്കെ പ്രയത്നിച്ചു, കുറേ നമ്മളിപ്പം ക്യാമ്പിലായാലും പോയൊക്കെ കുറേ പ്രയത്നിച്ചു, കാര്യങ്ങൾ ചെയ്തു, സേവ ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ച് സാധന ചെയ്തു, ധ്യാനവിധികളിൽ കൂടെയൊക്കെ പോയി. അത് പ്രയത്നം തന്നെയാണ്. പക്ഷേ അവിടെ അനുഭവിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ അനുഭവത്തിൽ അത് ആ നിമിഷത്തിൽ ആ പ്രയത്നിക്കുന്നവന് ഇല്ലാതാകുമ്പോൾ ആ നിമിഷത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരാനന്ദമാണ്. ആ നിമിഷത്തിൽ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ പൂർണ്ണമായും ആ മനസ്സിൻ്റെ നിരോധനം അവിടെ നടന്നിരിക്കുന്നു. ചിത്തവൃത്തികൾ അവിടെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ആ ശുദ്ധമായിട്ടുള്ള ആ ബോധം, ആ നിരീക്ഷകൻ നമ്മളിൽ പ്രയത്നരഹിതമായിട്ട്, നാച്ചുറലായിട്ട് നമ്മിൽ അത് സംഭവിക്കുന്നു. അപ്പം ഈ സത്യത്തിൻ്റെ പാതയിൽ അന്വേഷിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അവരെടുത്തെടുത്ത് പറയുന്നതാണ്, എനിക്ക് അവിടെ ഒന്നും ചെയ്യുവാനില്ല, ഇതിൻ്റെ കർത്തൃത്വം എടുക്കുവാൻ ഞാൻ ആളല്ല. കാരണം അവന് നല്ല ബോധ്യമുണ്ട്, ഇത് തൻ്റെ കഴിവ് കൊണ്ടല്ല. എവിടെയാണോ നിൻ്റെ പ്രയത്നം, നിൻ്റെ കഴിവുകൾ, നിൻ്റെ അഹംബുദ്ധി സകലതും അസ്തമിക്കുന്നുവോ, അവിടെ ആ പ്രകാശം നിറയുകയാണ്. ഇതിൽ കൂടി തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം ഗുരു പറയുന്നുണ്ട്. അത് ബാലു വളരെ മനോഹരമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പം, ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു അന്ധകാരം, ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ പോയപ്പം അതിൽ ഗ്രൂപ്പിൽ ഒരു വരുന്ന ഒരാളുടെ മകൻ, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലെന്തോ പഠിക്കുകയാണ്, എന്തോ ഒരു ആവശ്യത്തിനായിട്ട് അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ കൂടെ വേറൊരു ഡിസ്കഷൻ വന്ന ആൾ പറയും, ഇവനെ ഇവിടെ ഇരുത്തരുത്, ഈ പ്രായത്തിൽ ഇതൊന്നും കേൾക്കേണ്ടതല്ല, ഇവനെ കൊണ്ടുപോകും ഇവിടുന്ന്. ഇതൊന്ന് പറയാം, ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ടീച്ചിങ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പിൽ
10-15 കൊല്ലമായിട്ട് ഇരുന്ന ഒരു വ്യക്തിയുടെ വായിന്ന് വന്ന വാക്കാണത്. ശരിക്കും അത്രയും മാത്രം. അപ്പം അവിടെയാണ് പൂജ്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ ഗുരുവിൻ്റെ ഉള്ള സ്ഥാനം ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് പൂജ്യങ്ങൾ മാത്രം നിറഞ്ഞിരിക്കുന്നു. ഒരിക്കലും എന്താണോ യഥാർത്ഥ മൂല്യം തരുന്ന ആ സത്ത, അതിന് ആ ഗുരുബോധ ബന്ധുക്കൾക്ക് സാധനം കൊടുക്കാതെടുത്തോളം കാലം ആ സത്യത്തെക്കുറിച്ച് ഒരറിവും നമുക്ക് ലഭിക്കില്ല. കാരണം ജീവൻ്റെ രഹസ്യം അതറിയണമെങ്കിൽ അത് ആ ഗുരു സമക്ഷമുള്ള നമ്മുടെ അഹത്തിൻ്റെ സമർപ്പണത്തിൽ കൂടി മാത്രമേ സാധിക്കൂ. ആ സമർപ്പണം നടന്നു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണത വരുന്നു. അപ്പോൾ ജീവിത രഹസ്യവും ജീവൻ്റെ രഹസ്യവും കോർത്തിണങ്ങി അതിമനോഹരമായ ആ വലിയ ഒരു വർണ്ണമാല നിങ്ങളിൽ ചാർത്തപ്പെടും. അത് നിന്നിൽ ആനന്ദത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു നൽകും. ആ ജീവിതം ഒരു കവിതയായി മാറും. കാരണം ആ വാതിലുകൾ അത് തുറന്നു തരുന്നവൻ ആ ഗുരു തന്നെയാണ്. ആ ആനന്ദം തരുന്നവൻ ഗുരു തന്നെയാണ്. ഗുരു സമക്ഷമുള്ള ആ സമർപ്പണമാണ് ആനന്ദത്തിലേക്കുള്ള വാതായനം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് ഗുരുജി നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് നമ്മള് മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം നമ്മള് പലതിലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ അവസ്ഥയിലെ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടെന്നാണ്. ഒരു കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അവനിലെങ്ങനെ അവന്റെ നിഷ്കളങ്കത്വം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവനിലെ ആ പ്രസന്റ് കണ്ടീഷനിൽ നിൽക്കാൻ, ആ നൗവിൽ നിൽക്കാൻ ഉള്ള അവസ്ഥ അവനിലേക്ക് എങ്ങനെ മാറുന്നു, അതിന് എല്ലാവരും തുല്യ ഉത്തരവാദികളാണ്. അച്ഛനമ്മമാരും സമൂഹവും എല്ലാം. എന്തുകൊണ്ടെന്നാൽ ഓരോ ഇംപ്രിൻസ് അവനിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്ത്, നീ അതാണ്, നീ ഇതാണ്, നിന്റെ ലക്ഷ്യബോധം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാരണങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവന് കേൾക്കാൻ, ഇപ്പൊ കൊച്ചു കുട്ടികളോട് പഠിക്കാൻ പറയുമ്പോൾ അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇരുന്ന് പടി പഠിക്കുവല്ലേ, എപ്പോഴും പഠിക്കുവല്ലേ എന്നൊക്കെ മോളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പൊ ചിന്തിച്ചിട്ടുണ്ട്, ശരിയാണ്, ഞാൻ എന്തിനാ പടി സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, വീട്ടിലിരുന്നും പടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടും അവരുടേതായ ചിന്താഗതിയിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഓരോ മാതാപിതാക്കളും കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് പലരെയും പോലെ ആവാനാണ്. പക്ഷെ അവനെ പോലെ ആവാൻ ആരാണ് പഠിപ്പിക്കുന്നത്? നീ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോടൊക്കെ ഞാൻ ഇങ്ങനെ സാധനയ്ക്ക് അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, വീട്ടില് മോളും വൈഫും ഒക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുമോ? നമ്മൾ പറയും ഇല്ല.
അപ്പൊ അതിനുള്ള മറുപടി അപ്പൊ നിങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടല്ലോ പലതും, അപ്പൊ എന്തുകൊണ്ട് അവരനുഷ്ഠിക്കുന്നില്ല? ഞാൻ പറഞ്ഞു, എന്റെ അച്ഛനമ്മമാർ ആഗ്രഹിച്ച രീതിയിലല്ല ഞാൻ വളർന്നത്. ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ തിളങ്ങി നിൽക്കണമെന്നോ ഞാൻ ഇപ്പം അനുഭവിച്ചറിയുന്ന സ്പിരിച്വാലിറ്റിയെ പറ്റി എന്റെ മാതാപിതാക്കൾ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ രീതിക്ക് അനുസരിച്ചല്ല ഞാൻ ജീവിച്ചത്. അപ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും നിങ്ങളും ഇങ്ങനെ മാറണമെന്ന്? സ്വയം മാറ്റത്തിന് വിധേയമാകണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം. ഈ തുമ്പിയെ കൊണ്ട് എടുപ്പിക്കുന്ന പോലെ അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഈയിടെ ഒരു ദിവസം ഒന്ന് പറഞ്ഞു, കാരണം ഈ ദൈവദശം ഒന്ന് കാണാൻ പഠിക്കണം മോളെ, അത് നമുക്ക് ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, അത്രമാത്രം പഠിപ്പിച്ചില്ല. കാരണം ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട ഒരു ഈശ്വരനെ പറ്റിയുള്ള ഒരു സ്തുതിയാണത്. അപ്പൊ മനസ്സിലാക്കി വെക്കണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അല്ലാതെ ഒന്നും ഫോഴ്സ് ചെയ്തിട്ടില്ല. കാരണം എന്റെ കാർബൺ കോപ്പി ആക്കാനല്ലല്ലോ ഞാൻ ശ്രമിക്കേണ്ടത്. അവർക്ക് അവരുടേതായ വ്യക്തിത്വം വികസിച്ച് വലുതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളില് ഓരോന്നും അടിച്ചേൽപ്പിക്കുകയാണ്. അതാവണം, ഇതാവണം, ചിന്തിക്കണം, ഇങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ആ വിവേചനങ്ങള്, വ്യത്യാസങ്ങളെയും നമ്മൾ കാട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ആ കുഞ്ഞു മനസ്സിൽ എന്ത് ചെയ്യില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ എന്ത് പറ്റും? അവന് സ്വയം ചിന്തിക്കാനാവാത്ത യന്ത്രം പോലെയായി തീരും. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇതൊക്കെയാണ് മനസ്സിന് കൊടുക്കുന്ന ആദ്യത്തെ ഇംപ്രിൻസുകൾ. അവൻ പിന്നെ വരുമ്പോ അവൻ അവൻ്റെതായ ഒരു ഐഡിയോളജി കണ്ടെത്തും, അവൻ മുന്നോട്ട് പോകും. അപ്പൊ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ ശരജി പറഞ്ഞ പോലെ ഗുരുവിനെ പറ്റി ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? അല്ലെ ഗുരുവിന്റെ അടുക്കൽ പോവാൻ പറയുന്നവർ വളരെ ചുരുക്കമാണ്. ഇപ്പോഴും ഇപ്പം നമ്മളിൽ എല്ലാവരും ഗുരുവിന്റെ അടുക്കൽ പോകുന്നതിനെ പറ്റി ആരും നമ്മളെ നിഷ്കർഷിച്ചിട്ടില്ല. നമ്മളെല്ലാം എത്തപ്പെട്ടതാണ്, അല്ലെ ഗുരു നമ്മളിലേക്ക് എത്തിയതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിക്കും ഗുരുസങ്കല്പത്തിലേക്ക് എത്താൻ നമ്മുടേതായിട്ടുള്ള പ്രയത്നം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ഈ ലാസ്റ്റ് പാരഗ്രാഫില് ഗുരുജി പറയുന്ന ഒരു കാര്യം, ഞാൻ അതിനെ ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. സത്യത്തെ അറിയാൻ മറ്റൊരു സത്യം ആവശ്യമുണ്ടോ? സത്തയെ അറിയാൻ മറ്റൊരു സത്തയെ കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ സത്തയല്ലേ. അപ്പൊ സത്തയിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെയും പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുത്താൽ മാത്രം മതി. അത് അതുമായിട്ട് ലയിച്ചോളും. അതേപോലെ ബോധപ്രാപ്തനെ ആക്കേണ്ട കാര്യമുണ്ടോ? ഓൾറെഡി നീ ബോധപ്രാപ്തനാണ്. നിന്നില് നീ ബോധവും ഊർജവും തന്നെയാണ്. അപ്പോൾ നിന്നെ അത് ആക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഗുരുജി ചോദിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സത്യത്തിൽ അതല്ലേ. കാരണം ബോധപ്രാപ്തന് എന്തൊക്കെ മറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അവന്റെ ആ ബോധം താൻ ബോധമാണെന്ന് പോലും അറിയാത്തത്. അപ്പം ആ പറയില്ലേ, സത്തയുടെ സൗന്ദര്യത്തെ പറ്റി, ആ സൗന്ദര്യത്തെ മറിച്ചിരിക്കുന്ന എന്തൊക്കെയോ ഉണ്ടാവാം. അപ്പോൾ ആ എന്തൊക്കെയോ ആണ് നമ്മൾ മാറ്റേണ്ടത്. അതിന് പ്രയത്നം ആവശ്യമാണ്. സത്തയ്ക്ക് സത്തയിൽ ലയിച്ചു ചേരാൻ പ്രയത്നം ആവശ്യമില്ല. കാരണം ഈ ബോധം മുഴുവൻ, ഈ ലോകം മുഴുവൻ ബോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ആ ബോധമായി മാറണമെങ്കിൽ നമ്മുടെ പ്രയത്നം ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിൽ മറയപ്പെട്ടത് എന്തോ അതിന് പ്രയത്നം ആവശ്യമാണ്. അതിനെ മറച്ചിരിക്കുന്ന എന്തോ ആ ഘടകങ്ങളെ നീക്കം ചെയ്യാൻ, അല്ല അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് പ്രയത്നം ആവശ്യമാണ്. ബാക്കി ഒന്നിനും പ്രയത്നം ആവശ്യമില്ല. പ്രയത്നരഹിതമാണ് നമ്മുടെ അത്. അപ്പൊ ഇവിടെയാണ് ഗുരുജിയുടെ ഒരു ചിന്ത വരുന്നത്. നമ്മുടെ ജീവന്റെ രഹസ്യവും ജീവിത രഹസ്യവും പഠിപ്പിച്ചു തന്നവനാണ് ഗുരു. ആ ഗുരുവിനെ നമ്മള് സമർപ്പണത്തോടുകൂടി നമ്മൾ അനുഭവിച്ചറിയാൻ ശ്രമിക്കുക. ഗുരുവിനെ വണങ്ങിയിട്ട് കാര്യമില്ല, ഗുരുവിനെ അനുഭവിക്കാൻ സാധിക്കണം. ഗുരുതത്വത്തെ അറിഞ്ഞ്
നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് വരാൻ സാധിക്കണം. അതായിരിക്കണം ഓരോ സാധകന്റെയും ലക്ഷ്യബോധം. ഹരിയോം. ഹരിയോം. കുട്ടിക്കാലത്ത് നമ്മള് ഏറ്റവും കൂടുതൽ പ്രസന്റ് മൂമെന്റില് നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മള് ആ ഫ്ലെക്സിബിലിറ്റി ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്തായിരുന്നിരിക്കും. ഉറങ്ങണമെന്ന ഒരു എഫേർട്ട് നമ്മൾ എടുക്കാതെ നമ്മൾ അറിയാതെ ഉറങ്ങിയ ഒരു കാലം. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ പോലും നമുക്ക് ചിന്തിച്ച് ഇതെടുത്ത്, പക്ഷെ അന്ന് ആ കുട്ടിക്കാലത്ത് ഒരു ഫ്ലെക്സിബിൾ ആയിരുന്ന ഒരു സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ആ ഉറക്കത്തിന്റെ അകത്ത് പിന്നെ നമ്മൾ നമുക്ക് പോലും അറിയാതെ നിസ്സഹായരായിരുന്ന ഒരു അവസ്ഥയിൽ അതിനപ്പുറത്തേക്കുള്ള സ്റ്റേജായ സുഷുപ്തിയിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ഈ സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ എന്തെങ്കിലും എഫേർട്ട് എടുത്തോ നമ്മൾ ബോധപൂർവം ശ്രമിച്ചോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഓരോരോ മുദ്രണങ്ങള് നമ്മുടെ ഭാവനയിൽ അടിച്ചേൽപ്പിച്ചു വലിയവര്. അതിനനുസരിച്ചുള്ള ഭാവനകള് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് രൂപം കൊണ്ട് പൂർണ്ണമായിട്ടും നിറഞ്ഞ വ്യക്തിത്വമായി ഈ അഹത്തിലൂടെയാണ് ഭൗതികതയിലും സഞ്ചരിച്ചത്, ഒപ്പം സ്പിരിച്വാലിറ്റിയിലും നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിച്ചത്. ഇപ്പം ഗുരുജിയുടെ ടീച്ചിങ്സില് വരുമ്പോ തന്നെ ഗുരുജി നമ്മളെ ആ സ്വാഭാവികതയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കാരണം അന്ന് ആ കുട്ടിക്കാലത്ത്, വളരെ കുട്ടിക്കാലത്ത് നമുക്ക് അങ്ങനെ വ്യക്തിബോധം കെട്ടി നിൽക്കുന്ന ഒരു രീതി ഇല്ലായിരുന്നു. ഒഴുകലായിരുന്നു നമ്മുടെ പ്രകൃതം, പങ്കുവെക്കലും ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ നഷ്ടപ്പെട്ട് വ്യക്തി കേന്ദ്രീകൃതമായി തീർന്നു. അപ്പം തൊട്ട് നമുക്ക് ആ സന്തോഷവും എല്ലാം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയത്. പക്ഷെ ഗുരുജിയുടെ ടീച്ചിങ്സ് പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് എത്തി ആ അഹം എന്നുള്ള അതിലേക്ക് അദ്ദേഹം ഓരോ രീതിയിലും ചൂണ്ടയാണ്. രഹസ്യമായി നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് ഗുരുജി നമ്മുടെ പരസ്യമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരുന്നത്. നമ്മളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഷയുണ്ട്. ഞാനൊക്കെ നന്നായിട്ട് ഒളിപ്പിച്ച് മനസ്സിനകത്ത് വെച്ചിരിക്കുന്ന ഭാഷ എനിക്ക് നേരെ ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു ബോധസത്യമാണ്. എന്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ബോധസത്യമാണ് ആ ഗുരു. എല്ലാം സംഭവിക്കുന്നത് പൂർണ്ണമായിട്ടും നമ്മളൊരു നിസ്സഹായതയിൽ എത്തുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അഹം ഉള്ളിടത്തോളം കാലം ഒരിക്കലും നമുക്ക് ആ നിസ്സഹായതയെ അംഗീകരിക്കാൻ പറ്റില്ല. എവിടെയും എന്റെ എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അത് ഇപ്പൊ പ്രമോദ് ഇന്നിപ്പം ആ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴാണ്, കാരണം അഹം എന്നത് ഇല്ല. പക്ഷെ നമ്മളൊക്കെ അത് വെച്ച് നോക്കുമ്പം എത്രത്തോളം ഇതാണ് ആ ഒരു പറയാൻ പറ്റില്ല. കാരണം അതാണ് ആ ഒരു തലത്തിലേക്ക് അത് ഒരു പക്ഷെ സ്വാഭാവികമായിട്ട് ആ ഗുരുബോധത്തിന്റെ അനുഗ്രഹത്തില് നമ്മൾ അറിയാതെ സഞ്ചരിക്കുമായിരിക്കും. ആ ഒരു സമർപ്പണം എന്നൊക്കെ തന്നെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ പോലും അത് നമ്മൾ അറിയാതെ നമ്മളിൽ സംഭവിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ ഉറക്കത്തില് അല്ലെങ്കിൽ സുഷുപ്തിയില് ഒക്കെ നമ്മുടെ എഫേർട്ടോ നമ്മുടെ കഴിവോ ഒന്നുമില്ലാത്തൊരു തലം. അപ്പം ഈ ലോകം പോലും നമ്മൾ കിടന്ന് കാണിക്കുന്നത് ഒരു അഭിനയമാണോ എന്ന് ചിലപ്പം തോന്നിപ്പോകുന്ന ഒരു തലം. എന്തായാലും അത്തരത്തില് നമ്മളില് സ്വാഭാവികമായി നമ്മളിലിരുന്ന ആ നമ്മളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയായിരിക്കും ഗുരുജി എന്ന് തോന്നുന്നു. ഹരിയോം. ഗിരിധർ സാറിന് കിട്ടിയ എക്സ്പീരിയൻസ് വളരെ സന്തോഷമുണ്ട്. ആ ഒരു കാര്യം പറയണല്ലോ. ഇന്നലത്തെ അനുഭവമാണോ? അതെ അതെ അതെ. അത് ഇന്നലെ പിന്നെ ഏതാണ്ട് 9:15 കഴിഞ്ഞെന്ന് തോന്നുന്നു നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞപ്പോഴേ. അപ്പൊ എനിക്ക് പിന്നെ ഇന്നലെ ഒരു വളരെ നല്ലൊരു മനോഹരമായൊരു പ്രസന്റേഷൻ, ഒരു ഒഴുക്കുപോലെ നല്ലൊരു ഇതായിട്ട്, ബാക്കിയുള്ള ദിവസം മോശമല്ലെന്നാ പറയുന്നത്, അല്ലാന്നല്ല, നല്ലതായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു പ്രത്യേക ഒരു എനർജി വൈബ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴേ ഞാൻ ഓട്ടോമാറ്റിക്കലി ഒരു സൈലന്റ് ഇന്നർ ഒരു മനസ്സിന്റെ ഉള്ളില് ഒരു ഭയങ്കര ഒരു സൈലൻസ് ഫീൽ ചെയ്യുന്നു. ഇതുവരെ അനുഭവിക്കാത്ത ഒരു സൈലൻസ്, ഒരു എംപ്റ്റിനെസ്, എന്താ പറയാ,
അപ്പൊ അതാണ് ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദാറ്റ്, ദാറ്റ് ഈസ് ദ നേച്ചർ. അതാണ്. അതെ അതെ. അപ്പൊ അത് ആ സമയത്ത് അപ്പൊ എനിക്ക് ഒരു തോട്ട്സും വരുന്നില്ല. ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിനെ ഒരു നിരീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരു നിരീക്ഷണം എന്നുള്ള ഒരു രീതിയിലല്ലല്ലോ കഴിക്കുന്നത്. പക്ഷെ അതെല്ലാം ഇങ്ങനെ ഒരു നമ്മളതുമായിട്ടൊരു ഡിറ്റാച്ച്ഡ് പോലെ ഒരു പ്രത്യേക അനുഭവം തോന്നി. അപ്പൊ അതാണ് പിന്നെ ഞാനിന്ന് ഗുരുജിയോട് പറഞ്ഞപ്പോഴേ അത് ഗ്രൂപ്പില് ഇടാൻ പറഞ്ഞത്. പിന്നെ മാത്രമല്ല, സാധന ചെയ്യുമ്പോഴും ഞാൻ സാധന ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടല്ല, നമ്മളൊരു എഫേർട്ട്, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് വരുന്ന പോലെ തോന്നിയപ്പോഴ് ഗുരുജി എന്നിലൂടെ ഈ സാധന മന്ത്രങ്ങൾ കടത്തി വിടുന്നു എന്നുള്ള ഒരു പെട്ടെന്നൊരു ബോധം വന്നപ്പോൾ അതും ഒരു ലൈറ്റായിട്ട് ഫീൽ ചെയ്തു. ആ സാധന ചെയ്യുന്നതും ഒക്കെ ഒരു ലൈറ്റായിട്ട് ഫീൽ ചെയ്തു. അത് രണ്ടും ഒന്ന് ഇവിടെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു ഗുരുജി. അതാണ് ഉണ്ടായത്.